സ്ഥാനിക് കമ്മിറ്റി ചെയർമാൻ ബഹുമാനപ്പെട്ട യൂനുസ് അമ്പലക്കണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ച ബഹുമാനാദരവുള്ള പണ്ഡിതൻ ജമാലുദ്ദീൻ ഫാറൂഖി, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ കരുണാകരൻ മാസ്റ്റർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സമയം ഒരുപാട് വൈകി പ്രസംഗിക്കുന്നില്ല. വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ ഇവിടെ സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ പ്രദേശം ഉൾക്കൊള്ളുന്ന ഈ വാർഡിന്റെ മെമ്പർ എന്ന നിലയിലും നാട്ടുകാരൻ എന്ന നിലയിലും ഏറെ സന്തോഷവും അഭിമാനവും തോന്നുകയാണ്. നേരത്തെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ട നമ്മുടെ കെട്ടിടത്തിന്റെ ദൃശ്യാവിഷ്കാരം നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞു. അത്ഭുതം തോന്നുകയാണ്. എന്റെ നാട്ടിലെ മനുഷ്യസ്നേഹമുള്ള ഒരുപറ്റം ആളുകളുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള മഹത്തായ ഒരു സംരംഭത്തിന് ഇറങ്ങിത്തിരിച്ചതിന് സ്ഥലം വാങ്ങിക്കഴിഞ്ഞു. മനോഹരമായ കെട്ടിടം ഇവിടെ സ്ഥാപിതമാവേണ്ടതുണ്ട്. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ പാലിയേറ്റീവ് രംഗത്ത് ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി തന്നെ എല്ലാ വർഷവും വലിയ തുക നീക്കിവെച്ചുകൊണ്ട് നടത്തുന്നുണ്ട്. പഞ്ചായത്തിന് കിട്ടുന്ന വിഭവങ്ങൾ അതിന്റെ പരിധിക്കും പരിമിതിക്കും ഉള്ളിൽ നിന്നുകൊണ്ട് പാലിയേറ്റീവ് മേഖലക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട്, പ്രത്യേകിച്ച് ആരോഗ്യ മേഖലക്ക് പഞ്ചായത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ കാലത്ത് അതൊന്നും മതിയാവാതെ പോവുകയാണ്. അതിന് സമാന്തരമായി സ്വകാര്യ സംഘടനകളും വ്യക്തികളും ഒക്കെ ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ സേവനങ്ങൾ ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരനാണ് പ്രിയപ്പെട്ട എന്റെ അധ്യാപകൻ കൂടിയായ കുഞ്ഞാലി മാസ്റ്റർ, ശാന്തി ഹോസ്പിറ്റലിന്റെ കീഴിൽ. അതുപോലെ മാഷ് നേരത്തെ ഒരുപാട് സംഘടനകളുടെ പേര് പറഞ്ഞു. ഇതൊക്കെ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകളാണ്. അതിലേക്ക് 3 മണ്ഡലങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് സ്കോറും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ ചെറിയ കാലത്തിനിടക്ക് അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നേതൃത്വം വഹിക്കുന്നത് വളരെ പ്രഗത്ഭരായ സംഘാടക മികവുള്ള ഇന്നാട്ടിലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരന്മാരാണ്. എനിക്കൊരു കാര്യം ഉറപ്പുണ്ട്, അവരുടെ സംഘാടനത്തിൽ, അവരുടെ നേതൃമികവിൽ ഈ സംരംഭം വിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ ഈ സ്ഥലത്ത് ഉയരുക തന്നെ ചെയ്യും. ഒരു പ്രദേശത്തിന്റെ വികാസത്തിന് കൂടി, പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ സ്നേഹതീരം ഓഡിറ്റോറിയം നമ്മുടെ മുമ്പിലാണ്. ആ ഒരു സ്ഥാപനം ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നാട്ടിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലേക്ക് പല പരിപാടികൾക്കുമായി വരികയാണ്. സ്കോറിന്റെ അതും ഇതും അടിമുടി വ്യത്യാസമുണ്ടെങ്കിലും സ്കോറിന്റെ ഒരു സംരംഭം കൂടി ഇവിടെ വരുമ്പോ അത് ഈ നാടിന്റെ വികാസം കൂടിയാണെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ മഹത്തായ ചടങ്ങിനും മഹത്തായ സംരംഭത്തിനും എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.